പിന്നെ ഇത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 പൊട്ടാറ്റോ സ്മോൾ ഒണിയൻസ് 20 gram ജിഞ്ചറും 20 gram ഗാർലിക് 2 വലിയൊരു ഗ്രീൻ ചില്ലീസ് ട്യൂണ കട്ട്ലേറ്റ് ആയതിന്റെ പേരിൽ ക്യാൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ഫ്ലേക്ഡ് ലൈറ്റ് ട്യൂണ എന്നാണ് ഇതിനെ പറയുന്നത് 20 gram ഉണ്ട് ഡ്രെയിൻ ചെയ്യുമ്പോൾ അത് 120 gram ആവും അങ്ങനെ ഇതൊരു 3 എണ്ണം എടുക്കണം കുറച്ച് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എഗ് വൈറ്റ് നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ പോവാണ് കുറച്ച് വെള്ളം എടുത്തു അതിന്റെ സ്കിന്നോട് കൂടിയാണ് ഞാൻ ഇടുന്നത് പീൽ ചെയ്തെടുക്കാൻ എനിക്ക് അതായിരിക്കും എളുപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ അരിഞ്ഞ ഇതെല്ലാം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ് ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാം പാൻ ഓൺ മീഡിയം ഫ്ലെയിമിൽ വെച്ചിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ജീരകം ഇടുന്നു ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഡ്രൈഡ് ചില്ലീസ് ഇടുന്നു ഇതിനകത്തേക്ക് ഓണിയൻസ് ഇടുന്നു ആവശ്യത്തിന് ഉപ്പിടുക നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയുടെയും പേസ്റ്റ് ഇടാം സോട്ടേ ചെയ്ത് കൊടുക്കുക നമുക്ക് മസാലകൾ ഇട്ട് തുടങ്ങാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി ഇനി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അപ്പോൾ മസാലകളൊക്കെ നല്ല രീതിയിലായി വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻ ട്യൂൺ ഒഴിക്കാം അതിൻ്റെ വെള്ളത്തോട് കൂടിയാണ് ഞാൻ ഒഴിക്കുന്നത് നടക്കാം അപ്പോൾ ഓൾറെഡി നമ്മുടെ ട്യൂണയുടേതായി അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അത് വരേണ്ടത് ചൂട് കുറച്ച് ആറി നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ മാഷ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മളിത് ചൂടാറി നമ്മളിങ്ങനെ റൗണ്ട് ആക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ ആക്കണം ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു പാറ്റി എടുത്തു ഇതിനകത്തൊന്നും ജസ്റ്റ് മുക്കിയെടുത്തു പിന്നെ ഇതിനകത്ത് മീഡിയം ടു ലോവിനകത്ത് ആദ്യം വെക്കാതെ ഇടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ബ്രൗൺ ആകുമ്പോൾ നമ്മളത് ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റേ സൈഡിലും ഈ ബ്രൗൺ ആകുമ്പോഴാണ് നമുക്കത് പിന്നെ എടുക്കാം 6 മിനിറ്റാണ് അത് എടുക്കുന്നുള്ളൂ നമ്മൾ മറ്റേ സൈഡും ബ്രൗൺ ആയി ഇവിടെ നമ്മളത് ഓൾറെഡി ആക്കിയതിന് ശേഷം പ്ലേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണിയൻസും ടൊമാറ്റോയും ഗാർണിഷ് ചെയ്തെടുത്ത് വെച്ചെന്ന് മാത്രം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ